ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും NN മുത്തു LDC PSC ചോദ്യാവലിയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ മുഴുവനായും ഈ വീഡിയോ കാണും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനു മുമ്പ് പ്രേക്ഷകരോടായി ചോദിച്ച ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: ആഫ്രിക്കയിലെ ശുഭപ്രതിഷ്ഠ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആര്? ഉത്തരം: ബാർത്തോലോമിയോ ഡയാസ്, 1488. രണ്ടാമത്തെ ചോദ്യം: കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആര്? ഉത്തരം: പെറോഡ കോവിൽഹ. ചോദ്യത്തിലേക്ക് കടക്കാം. അൽമോഡ ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ വർഷം? ഉത്തരം: 1509. കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കാർക്ക് നിയോഗിച്ചത്? ഉത്തരം: മാർഷൽ കുട്ടിൻഹോ. ഇന്ത്യയിൽ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് ആര്? ഉത്തരം: പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം? ഉത്തരം: കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൻകാല തലസ്ഥാനം? ഉത്തരം: ഗോവ. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി? ഉത്തരം: കണ്ണൂർ സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധി? ഉത്തരം: പൊന്നാനി സന്ധി. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരയ്ക്കാറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി? ഉത്തരം: തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി? ഉത്തരം: തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതി? ഉത്തരം: തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ? ഉത്തരം: അറബി. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം? ഉത്തരം: 16-ാം നൂറ്റാണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തെപ്പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ? ഉത്തരം: ഫത്ഹുൽ മൂബിൻ, ഫാദുൽ മുജാഹിദീൻ. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവർ? ഉത്തരം: കുഞ്ഞാലി മരയ്ക്കാർ. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത്? ഉത്തരം: സാമൂതിരി. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം? ഉത്തരം: കോട്ടയ്ക്കൽ പുതുപ്പണം കോട്ട. കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം? ഉത്തരം: കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമം? ഉത്തരം: കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമന്റെ യഥാർത്ഥ നാമം? ഉത്തരം: പട്ടുമരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം? ഉത്തരം: മുഹമ്മദ് അലി മരയ്ക്കാർ. കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം അറിയപ്പെടുന്നത് അടിച്ചിടുക, കടന്നുകളയുക എന്നതാണ്. അടുത്ത ചോദ്യം പ്രേക്ഷകർക്കായുള്ള ചോദ്യമാണ്. പ്രേക്ഷകർക്കുള്ള ചോദ്യം: കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട? രണ്ടാമത്തെ ചോദ്യം: ചാലിയം കോട്ട
പണിത പോർച്ചുഗീസ് ഗവർണർ ആര്? മൂന്നാമത്തെ ചോദ്യം, സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ.